ചെയ്യുന്നത്. ഇങ്ങനത്തെ വ്ളോഗ് ഒത്തിരി ഉണ്ട്. സോ ഞാൻ ചെയ്യുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് ഡ്യൂറിങ് മൈ വെക്കേഷൻ ആണ്. സോ ഞാനിപ്പോൾ വെക്കേഷനിലാണ് ഇവിടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എൻ്റെ ഒരു ഡേ ഇൻ ലൈഫ്, ഞാനൊരു ദിവസം എന്താ ചെയ്യുന്നത്. ചില ദിവസങ്ങൾ ഞങ്ങൾ ട്രിപ്പിന് പോകുന്നതും പല ആക്ടിവിറ്റീസ് ചെയ്യും. ഇന്ന് പക്ഷേ ഒത്തിരി ദിവസങ്ങൾ വെറുതെ റിലാക്സ് ചെയ്യുന്ന ദിവസങ്ങളാണ്. അങ്ങനത്തെ ഒരു ദിവസമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. സോ എൻ്റെ ഒരു നോർമൽ ഡേ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഞങ്ങളിവിടെ ഒരു 15 ദിവസമുണ്ട്. സോ അതിലൊരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയില്ലത് ചിലപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും, ബിക്കോസ് എനിക്കറിയില്ല ഒരു ദിവസം മുഴുവൻ എങ്ങനെ ഒരു കുഞ്ഞു വീഡിയോയിൽ പാക്ക് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിൽ എഴുതുക, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലും എഴുതുക. എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്ക് വലിയ സപ്പോർട്ടാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഒന്നും കൂടി സ്വാഗതം. ഇപ്പം ഞാൻ ഇവിടെ എണീറ്റിട്ടൊരു 10-15 മിനിറ്റായി. ഞാൻ അകത്ത് പോയിട്ട് വെള്ളം കുപ്പി എടുത്തു, ഇത്രയും വെള്ളം കുടിച്ചു. 15 മിനിറ്റായി. ഇപ്പോൾ ഇവിടെ 7 മണി. സോ നോർമലി വീട്ടിലാണെങ്കിൽ ഞാൻ വെള്ളം എടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കും, എന്നിട്ട് സോഫയിരിക്കും. ഇപ്പോൾ സോഫയ്ക്ക് പകരം ഞാനിവിടെ ബാൽക്കണിയിലിരിക്കുക. ബാൽക്കണി കാണാൻ നല്ലതാണ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷെ അതിനൊക്കെ ബെറ്റർ സ്ഥലം ബാൽക്കണിയിൽ നിന്ന് ചെടി നടന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിരിക്കാൻ പോവാം. കമോൺ. അവിടെ പോയിട്ട് ഞാൻ ഇരിക്കുക അറ്റത്ത്. ഇപ്പോൾ കുറച്ച് നേരം സമയമൊക്കെ പുറത്ത് സ്പെൻഡ് ചെയ്തു. ഇനി ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാവാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഇവിടെ ഒരു റൗണ്ട് നടക്കാൻ പോകും, ഇച്ചിരി കാറ്റൊക്കെ കൊള്ളും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. സോ ഐ ആം ഗോണ ഗോ ഇൻസൈഡ് ആൻഡ് ഗെറ്റ് റെഡി. സോ ഞാനിപ്പോൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് പോകാനായിട്ട്. നടന്നു പോവാം. ഇവിടുന്ന് ഒരു 3-4 മിനിറ്റ് നടക്കണം. ഞാൻ എൻ്റെ ഹോട്ടൽ കോറിഡോർ കാണിച്ചു തരാം. ക്ലീനിങ് സ്റ്റാഫ് എപ്പോഴും എനിക്കൊന്ന് ട്വൈസ് എ ഡേ വന്ന് എല്ലാം ക്ലീൻ ചെയ്യും. നമുക്ക് ന്യൂ ടവൽസ് തരും. അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതുണ്ട്. പിന്നെ ഈ ഹോട്ടൽ ഇച്ചിരി വലുതായതുകൊണ്ട് ഇങ്ങനെ അതിനെന്താ പറയുക, ഇങ്ങനെ ചെറിയ കാർട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് വരും. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മതി. സോ കണ്ടോ, ആൾ അവിടെ നിൽപ്പുണ്ട്, ചെറിയ വണ്ടി. ഇതിപ്പതാ ജസ്റ്റ് മാരീഡിനുള്ള റൂമാണ്. അവർക്കെന്തോ സ്പെഷ്യൽ അതിനകത്തുണ്ട്, നമുക്കറിയില്ല എന്താണ്.
പൂള് കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. ഇനി നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. സീസൈഡ് ഗ്രിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ് ഒക്കെ കിട്ടും. സോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ എനിവേസ് വി വിൽ ഗോ ഇൻസൈഡ് ആൻഡ് സിറ്റ്. ഇവിടെ കണ്ടോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ കൊടുക്കട്ടെ. വെരി ഗുഡ്. ഇതായിപ്പോൾ ഇവർ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് കൊണ്ടുവച്ചു. സോ ഇത് നമ്മൾ ഓർഡർ ചെയ്തല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടുന്ന. ഇനി ഞാനൊരു സൂപ്പർ ടോസ്റ്റ് ഓർഡർ ചെയ്തു. അത് ഞാൻ ഇന്നലെയും കഴിച്ചതാണ്. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ സൂപ്പർ ടോസ്റ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തി. ആൻഡ് ദാറ്റ് ഈസ് ദിസ് സൂപ്പർ ടോസ്റ്റ്. അതിനകത്ത് ഹോൾ ഗ്രീൻ ബ്രെഡ് ഉണ്ട്, ഗുവാക്കമോള്, ടൊമാറ്റോ, പോച്ച്ഡ് എഗ്, പിന്നെ ഇവിടെ മാംഗോ മിൽക്ക് ഷേക്ക്. നാട്ടിലത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മാംഗോ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിരിക്കാം. സോ ഗുഡ് പറ്റീറ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ കടൽ തീരത്ത് വന്നിരിക്കുക. ഡയറക്റ്റ് കടൽ തീരത്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇനി ഉദ്ദേശിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഇങ്ങനത്തെ കുറേ കൊട്ടകളുണ്ട്, എന്നാ ഹട്ട്, എന്താ ഓലപ്പുരാസ്. അപ്പോൾ അതിൻ്റെ താഴെ എവിടെയെങ്കിലും നല്ലൊരു സീറ്റ് നോക്കി എടുത്ത് അവിടെ ഇരിക്കാം കുറച്ച് നേരം. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ. ഇവിടെ കടൽ തീരത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടാണെങ്കിലും നമുക്ക് നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. സോ എനിക്ക് തോന്നുന്നത് ഇതാ ഈ ഓലപ്പുര കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. അതിൻ്റെ താഴെ നല്ല തണലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാം. സോ ഇരിക്കുന്നൊക്കെ മുമ്പ് ഇവിടെ കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട് അവർ. പക്ഷേ ഈ ചെയറിൻ്റെ പുറത്ത് നമുക്ക് ഒരു ടവലെങ്ങാനും ഇട്ടിട്ട് ഇരിക്കാം. സോ നമുക്ക് പോയി ടവലെടുക്കാം. ടവൽ അവിടെ ഒരു ഡേ യേസൂസ് എന്ന് പറയും ആളുടെ പേര്. ആ ടവൽ കൊടുക്കാതിരിക്കുന്ന ചെറുക്കൻ്റെ പേരാ. ആളുടെ അടുത്ത് പോയിട്ട് ഇരിക്കാം. ബൈ ദ വേ അറിയാലോ അല്ലേ, ഞാൻ ഇവിടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കരീബിയനിലാണ് ഈ സ്ഥലം. സോ ഇത് ആക്ച്വലി സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് കരീബിയനിലെ. ഫസ്റ്റ് കൂബ, അത് കഴിയുമ്പോൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലം അനുസരിച്ച്. പിന്നെ 3rd ലാർജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ആൾക്കാർ. ഇവിടെ 10.8 മില്യൺ ആൾക്കാരുണ്ട്. സോ അതാണ് സ്ഥലം. നമ്മൾ ഇതിപ്പോൾ ഇവിടെ എന്തെങ്കിലും സുവനിയേഴ്സൊക്കെ ആൾക്കാർക്ക് മേടിക്കണമെങ്കിൽ അതിനുള്ള സ്ഥലം. പിന്നെ ഇത് ഇതാ ടവൽ കിയോസ്ക് എന്ന് എഴുതിയിട്ടല്ലേ, നമുക്ക് ടവൽ എടുക്കാം. ഹലോ, ഹായ്,
Can you come in the video? Yeah, the Or then you can say, video. I'm making a vlog. Hola, my name is Ariel. How are you? So, what's your name? Ariel. 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 And yeah. Hola means hello. Hola is hi. Hi. Hola. Hi. ¿Cómo estás? Excelente. ¿Cómo estás? No, how are you? And he's feeling excellent. Yeah. സോ വീഡിയോ ഒന്ന് ഇടയ്ക്ക് കട്ടായിപ്പോയി ബിക്കോസ് അറിയലിന് വേറെ ആൾക്കാർ ടവൽ ചോദിച്ചു. അപ്പോൾ യാ അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തി. സോ 2 ടവൽ കിട്ടി. ഞാൻ ഈ ടവലും കൊണ്ട് നമ്മുടെ ഓലപ്പുരയുടെ അടുത്തോട്ട് പോട്ടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് സ്പാനിഷിൽ സംസാരിക്കും. സ്പാനിഷാണ് ഇവിടുത്തെ ഭാഷ കേട്ടോ. സോ ഒത്തിരി പേര് സ്പാനിഷിൽ സംസാരിക്കും. അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിൻ്റെ സീക്രട്ട് മനസ്സിലായത്. ബിക്കോസ് ഇപ്പോൾ തന്നെ അരിയൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കണ്ട നല്ലൊരു സ്പാനിഷ് പെണ്ണ് പോലെ ഉണ്ടെന്ന്. സോ ആക്ച്വലി ശരിയാണ്. നമ്മൾ ഇവിടെ പല ടൈപ്പുണ്ട്, എത്നിസിറ്റി ഉണ്ട്. പക്ഷെ അതിലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഡൊമിനിക്കൻ ആൾക്കാർ നമ്മളെ പോലെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ആണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്ന് സ്പാനിഷ് സംസാരിക്കുമ്പോൾ എനിക്ക് ആകെ പറയാൻ അറിയുന്നത് ഓലാ കൊമസ്താസ് എന്ന് മാത്രമേ പറയാറിയുള്ളൂ. ബട്ട് അത് മതി. സോ അതൊരു ഡിസിഷനാണ്. തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഇച്ചിരി സ്പാനിഷ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സോ നമുക്ക് ഇവരായിട്ട് പിടിച്ചു നിൽക്കാമല്ലോ. സോ ഞാൻ നല്ല സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറുക്കൻ വന്ന് വിളിച്ചു. സുംബ ക്ലാസ്സസ് ഉണ്ട്, അപ്പോൾ സുംബ ക്ലാസ് പഠിക്കാൻ വരുന്നു എന്ന്. സോ ഇവിടെ ആക്ച്വലി ഹോട്ടലിൽ അവർ എപ്പോഴും ഇങ്ങനെ ഇവൻറ്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യും. അപ്പോൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ അവറേ ഉള്ളൂ. ഹാഫ് ആൻ അവർ പോയിട്ട് സുംബ കളിച്ചിട്ട് വരാം. എന്ത് പറയുന്നു? നല്ല ചൂടാണ്, അതുകൊണ്ട് ഹാഫ് ആൻ അവർ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ ചെയ്തായിരുന്നു. ഇന്നലെ പക്ഷേ അത് ഇവിടെയായിരുന്നു, പൂളിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടി ഒരു തണവും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, നല്ല കടൽ, നല്ല ഭംഗിയാട്ടോ. ഇവിടെ ഊഞ്ഞാലൊക്കെ ആടാം. സോ ഞാൻ എൻ്റെ സുംബ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ ഫുൾ വേർതിരിക്കുക. എൻ്റെ സൺസ്ക്രീൻ എല്ലാം ഒലിച്ച് വന്നിട്ടുണ്ട്. നല്ല പണിയായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 20-25 മിനിറ്റ്സേ ഉള്ളായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടും ചാട്ടമൊക്കെ ആയപ്പോൾ വേർത്തു. ചിയേഴ്സ്. ഇത് മൊയ്റ്റോ. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വരും, നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കാം. അപ്പോൾ എടുത്താണിത്.
കുറച്ച് നേരം ഞങ്ങൾ കടലിലൊക്കെ കിടന്ന് കടൽ തീരത്ത് കിടന്ന് പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ കണ്ട് ഇനി ഞാൻ റൂമിലേക്ക് പോവാം. ബിക്കോസ് ഞാൻ വെക്കേഷനാണ്. പക്ഷെ വെക്കേഷൻ കഴിഞ്ഞ ഉടനെ ഞാനൊരു കാര്യത്തിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാം ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് എത്തുന്ന ഉടനെയാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസത്തിലൊരു 2-3 മണിക്കൂർ ഞാൻ പഠിക്കാനിരിക്കും. അപ്പോൾ ഞാൻ മുറിയിലോട്ട് തിരിച്ചു വന്നിരിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ 12:30 12:30 എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ പുറത്ത് എന്തായാലും നമുക്ക് അത്ര അധികം ടൈം ഇരിക്കാൻ എനിക്കത്ര താല്പര്യമില്ല, ഭയങ്കര ചൂടായതുകൊണ്ട്. സോ ആ സമയം യൂസ് ചെയ്ത് ഒരു 3 മണിക്കൂർ നമുക്ക് മുറിയിൽ പോയിരുന്ന് കുറച്ച് നേരം പഠിച്ച് ഒരു ഭയങ്കര കൊടും ചൂട് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. സോ ഞാനിപ്പോൾ മുറിയിലെത്തി. മുറിയിലോട്ട് കയറട്ടെ. മുറിയിലോട്ട് കയറി ഇനി കുറച്ച് നേരം പഠിത്തം. സോ ഞാനിവിടെ പഠിക്കായിരുന്നുകൊണ്ട് എനിക്കിനി പുറത്ത് പോകാൻ മടിയാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ. സോ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഓർഡർ ചെയ്തു ബർഗർ ആൻഡ് മാങ്ങ. ഇതാണ് ഈ കൊളീഗ് ഇവിടെ എല്ലാം വെച്ച് തരാനായിട്ട് ഞാൻ ഇച്ചിരി ഹോട്ട് വാട്ടർ കൂടി പറഞ്ഞു. സോ എല്ലാവർക്കും ദെൻ ബോൺ അപ്പറ്റീറ്റ്. സോ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫിറ്റ്നസ് സെൻറ്ററിൽ പോവാണ്. നമ്മൾ ഫിറ്റ്നസ് മറക്കാൻ പാടില്ലല്ലോ വെക്കേഷൻ ആണേലും. ഞാൻ ഭയങ്കരമായിട്ടൊന്നും ചെയ്യുന്നില്ല, കുറച്ചൊക്കെ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് എൻ്റെ ഉറക്കമൊന്നും ഒട്ടും ശരിയാവുന്നില്ല. വന്നിട്ട് ഇപ്പോൾ 8 ദിവസമായി. 8 ദിവസം വരെയൊക്കെ ഉറങ്ങിയിട്ടില്ല. ബിക്കോസ് ഒരു 2 മണിയാകുമ്പോൾ എണീക്കും വിചാരിക്കും രാവിലെയായി, 3 മണിയാകുമ്പോൾ വിചാരിക്കും രാവിലെയായി. പക്ഷേ ഉറക്കം വളരെ മോശമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ഡിഫറൻസ് ജർമ്മനിയിൽ നിന്ന് ഡോംറിപ്പിലേക്ക് 6 മണിക്കൂറും ഇന്ത്യയിൽ നിന്ന് 9.5 മണിക്കൂറിന് വ്യത്യാസമുണ്ട്. സോ ഇപ്പം 8 ദിവസമായി ശരിക്കും അങ്ങോട്ട് ഉറക്കം ശരിയായിട്ടില്ല. ഉറക്കം വെച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ അതുകൊണ്ട് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ഫിറ്റ്നസ്. ഒരു ചെറിയ രീതിയിൽ എല്ലാ ദിവസവും ഒന്ന് ചെയ്യും. 1/2 മണിക്കൂർ ഒന്നില്ലെങ്കിൽ ഓടും അല്ലെങ്കിൽ നടക്കും. സോ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് പോകാം. ഇവിടുത്തെ സ്പായും ഫിറ്റ്നസ്സും ഒരേ ബിൽഡിങ്ങിൻ്റെ അകത്താണ്. സോ ദാറ്റ്സ് ദ സ്പാ ആൻഡ് ഹിയേഴ്സ് ദ ഫിറ്റ്നസ്. ഇവിടെ ഉണ്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വെയിറ്റ് എല്ലാം ലിഫ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഞാനിപ്പോൾ അതിനകത്ത് ഫുൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ പോകുന്നത് ഇറ്റ്സ് ജസ്റ്റ് കാർഡിയോയുടെ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നല്ല രസമാണ്. ഇങ്ങനെ ഫുൾ ഗ്രീനായിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫിറ്റ്നസ് ചെയ്യാൻ. ഓൾസോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ. സോ നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ എൻട്രൻസിൽ നമ്മുടെ പേര് കൊടുക്കട്ടെ. ഇവിടെ ഇപ്പോൾ ആളെ കാണുന്നില്ല ആക്ച്വലി. ബിക്കോസ് നോർമലി അവർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ഇന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ആളെ കാണുന്നില്ല. എന്തായാലും ആൾ വരുവാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തോളം പറയും. ഇല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ ഫിറ്റ്നസ് പരിപാടി തുടങ്ങാം.
ഇവിടെ വെള്ളമുണ്ട്, ടവൽസ് എടുക്കാം. എടുത്തു. ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ച് മുറിയിലോട്ട് പോവാം. സോ ഞാൻ ഓർത്തു പോകുന്ന വഴി ഒന്ന് കാണിക്കാമെന്ന്. ഇവിടെ നമുക്ക് കണ്ടോ പറഞ്ഞല്ലോ, ആ സീക്രട്ട് സ്പാ ആൻഡ് ഫിറ്റ്നസ് ഒന്നിച്ചാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടോ, ഇങ്ങനത്തെ മരങ്ങളും തെങ്ങുകളും വേറെ ഇതാ ഈ ടൈപ്പ് ചെടികൾ. പിന്നെ നോക്കി ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. ലുക്ക്, സോ ചെമ്പരത്തിയും എല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളൊക്കെ തന്നെ. കാണാൻ അടിപൊളിയാണ്. ഓല ഇവിടെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല മനുഷ്യരാണ്. എല്ലാവരും ഓല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അകലേന്നൊക്കെ കൈയൊക്കെ കാണിക്കും. അത്രയും നല്ല ആൾക്കാരാണ്. ഓല ഇവിടെ നല്ല ഒരു അടിപൊളി ബാറൊക്കെ ഉണ്ട്. സോ അതും സൂപ്പറാണ്. ഇവിടെ എന്താ ഈ ഹോട്ടലിൻ്റെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് നമ്മൾ ഇതായിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. എന്ത് ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുവേ. ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വേണമെങ്കിലും കുടിക്കാം, കഴിക്കാം. നമുക്കതെല്ലാം ഈ നമ്മൾ ബുക്ക് ചെയ്ത പ്രൈസിനകത്ത് പെടും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒന്നും ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഇതിന് എത്ര രൂപയാവുമെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ട് വേറൊരു റെസ്റ്റോറൻ്റാണ്, വൈകുന്നേരം തുറക്കും. സോ ഇത് ആക്ച്വലി 2 ഹോട്ടൽസ് ഒന്നിച്ചാണ്. ഇത് 2 ലൊക്കേഷൻസ് ആണ്. പക്ഷേ ഇവരുടെ ഫെസിലിറ്റീസ് എല്ലാം അവർ രണ്ടുപേരും ഷെയർ ചെയ്യും. സോ ഇവർ രണ്ടുപേരും ഒരു പേരൻറ്റ് കമ്പനിയുടെ പാർട്ടാണ്. സോ അതൊരു അഡ്വാൻറ്റേജാണ്. ബിക്കോസ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്, പക്ഷേ യു ക്യാൻ കൈൻഡ് ഓഫ് യൂസ് ദി ഫെസിലിറ്റീസ് ഓഫ് ബോത്ത് ദ ഹോട്ടൽസ്. സോ ദാറ്റ്സ് ഓൾസോ an add-on. സോ ആക്ച്വലി നമുക്ക് നടക്കാൻ തന്നെ കുറേ ഉണ്ട്. സോ വൈകുന്നേരമൊക്കെ ഒരു നടത്തത്തിന് ഇറങ്ങാൻ നല്ല അടിപൊളിയാണ്. വൈകുന്നേരമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണല്ലോ. എന്താ ഇവിടെ ഈ തെങ്ങമ്മ ഞാൻ കുറച്ച് കുലകൾ കാണുന്നുണ്ടോ? തേങ്ങാ കുലകളുണ്ട്. സോ ഞാനിന്ന് എൻ്റെ നെഫ്യൂ ആയിട്ട് സംസാരിച്ചു കുറച്ച് നേരം. എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ്. സോ ആ സമയത്ത് ഞങ്ങൾ അവനോട് പറഞ്ഞു ഹി ഹാസ് ടു ഡ്രോ എ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞേ. അപ്പോൾ കോക്കനട്ട് ട്രീ ആൾ എഗ്രി ചെയ്തു. എന്നിട്ട് ഹിസ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് കോക്കനട്ട് ട്രീ മാത്രമാണോ വരയ്ക്കേണ്ടത്, അതോ അതിൻ്റെ പുറത്ത് കോക്കനട്ടും വേണോ? സോ ഞങ്ങൾ പറഞ്ഞു ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സോ വി സെഡ് യു ക്യാൻ ഡ്രോ വിതൗട്ട് കോക്കനട്ട്സ്. So പിള്ളേർ can sometimes come up with amazing questions. So അത് അടിപൊളിയായിരുന്നു കേൾക്കാനായിട്ട്. ബിക്കോസ് ആളപ്പോൾ ഡീറ്റെയിൽഡ് ഓറിയൻറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. സോ അതാണ് ഞാൻ തേങ്ങാക്കൊല്ലുകൾ കണ്ടപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചത്.
ഇതെല്ലാം ഹോട്ടലിലെ അയ്യോ അതെയാ വണ്ടി വരുന്നു, ഞാൻ നീ നടക്കട്ടെ. അല്ല ഇപ്പൊ വൈകുന്നേരമായി. സോ നമുക്ക് വാട്ടറൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. 4 സമയം എക്സാക്ട്ലി 4:30 കംഫർട്ടബിൾ ആണ്. സൂര്യൻ ഭയങ്കരമായിട്ട് നമ്മുടെ തലയിലോട്ടില്ല. സോ ഞാൻ ജിമ്മിൽ പോയി വന്നു, പെട്ടെന്ന് കുളിച്ചു. ദാ പോകുന്നു നമ്മളിനി. നല്ല ഭയങ്കര ചൂടുവെള്ളമല്ല, പക്ഷെ നല്ല ചൂടുള്ള വെള്ളം. സൂപ്പർ. ഇനി നമുക്ക് കുറച്ച് നേരം നീന്തി കുളിക്കാം. That's the pool bar that we have. So ആ പൂൾ ബാറിൽ ആൾക്കാരെങ്കിലും ഇതിൽ കൂടെ നടക്കും, അതിൻ്റെ അവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാർ. സോ സെർവ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അവർ കൊണ്ട് നമുക്ക് തരും. കോക്ടെയിൽസോ എന്തെങ്കിലും സ്മോൾ സ്നാക്സ് ഒക്കെ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ആ പൂളിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോകത്തില്ല. പക്ഷെ അല്ലെങ്കിൽ ഈ ഹോട്ടലിൻ്റെ ഫുൾ ഇങ്ങനെ ചുറ്റും പൂളാണ്. സോ ഞാനിവിടെ വെള്ളത്തിൽ നീന്തി തുടിച്ച് കളിച്ച് രസിച്ചിരിക്കുക. ഇത് കണ്ടോ, ഈ ഒരു ട്യൂബുണ്ട്. എല്ലാവർക്കും പല പല സംഗതികളാണ്. എനിക്കിങ്ങനത്തെ ഒരു ചെറിയ ട്യൂബാണ്. സോ നമുക്ക് കുറേ നേരം നീന്തി കഷ്ടപ്പെടണ്ട, വെറുതെ ഇതുമ്പോൾ കിടന്നിങ്ങനെ പോവാം, അല്ലെങ്കിൽ തിരിയാം, കളിക്കാം, എല്ലാം ചെയ്യാം. അവിടുത്തെ ആൾക്കാർക്കൊക്കെ തന്നെ വലിയൊരു ട്യൂബുണ്ട്. ഇതിൻ്റെ പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ട്യൂബ്, ഇറ്റ്സ് കോൾഡ് ട്യൂബ്. പക്ഷേ കണ്ടോ പുറകിലൊക്കെ വേറെ വലിയ ടൈപ്സ് ഓഫ് ട്യൂബ് ഉണ്ട്. അതെടുക്കണമെങ്കിൽ അതെടുക്കാം. പക്ഷേ ഇത് ഓക്കെയാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു വലിയ സാധനം കൈക്കൊണ്ട് നടക്കണ്ട, ചെറിയൊരു എക്യുപ്മെൻ്റ് ആണ്. കണ്ടോ ഈ വീടുകാരുടെ മുമ്പിലൊക്കെ ഇതാ വലിയൊരു സാധനമൊക്കെ ഉണ്ട്. സോ അതുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്ററാ, ബിക്കോസ് യു ക്യാൻ ശരിക്കും അതിൻ്റെ പുറത്ത് കിടക്കാം. നമുക്ക് ഫുൾ കംപ്ലീറ്റ്ലി കിടന്നിട്ട് വെള്ളത്തിൽ തുഴഞ്ഞു പോവാം. അങ്ങനെ എന്ത് രസം. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഹോട്ടൽസൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, പക്ഷെ കുറവാണ് അല്ലേ. കൊമരകം ലേക്ക് റിസോർട്ട് അല്ലെങ്കിൽ അങ്ങനെ കുറച്ചല്ലേ ഉള്ളൂ, ഒത്തിരി വേണം. അപ്പോൾ നമ്മൾക്ക് ടൂറിസത്തിന് ഇനി എത്ര കാശ് നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കാൻ പറ്റും? ആക്ച്വലി കരീബിയനിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് എൻ്റെ പുറകിൽ 2 പേരുണ്ട്. കരീബിയനിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കാണ്. ആൻഡ് അവരിവിടെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഞാൻ കൊറോണ കാരണം തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് കൊറോണ കിട്ടുവാണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി നമ്മുടെ ഹോട്ടലിലെ ക്വാറന്റീൻ ചിലവുകൾ, പിന്നെ ആശുപത്രി ചിലവുകൾ എല്ലാം അവർ കവർ ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഓഫർ തന്നെയല്ലേ വരുന്ന ആൾക്കാർക്ക്. പിന്നെ ഇവിടെ ഭയങ്കര സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് കേട്ടോ. പിന്നെ ടൂറിസ്റ്റിനെ എളുപ്പമാക്കാവുന്ന ഇതിൽ പിന്നെ നമ്മൾ കടൽ തീരത്തൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ വിൽക്കാനൊക്കെ ആൾക്കാർ വരും. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഒന്ന് നോക്കും, ഇവർ കള്ളന്മാരല്ലയോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. സോ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ പൂളിൽ തന്നെയാണെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
സോ പൂളിൽ തന്നെ ഇത് ഭയങ്കര വലിയ പൂളല്ലേ, സോ ഇവിടെ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ പൂളിൽ ആരെങ്കിലും മുങ്ങാൻ പോവുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഒരു ചിയേഴ്സ്. ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കോക്ടെയിലാണ്. ഇതിനകത്ത് എന്താ ആൽക്കോളെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. റമ്മായിരിക്കും, ബിക്കോസ് ഇവിടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ റമ്മാണ് ഭയങ്കര ഫേമസ്, അതുകൊണ്ട് റമ്മായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ എപ്പോഴും പൂളിൻ്റെ ഗാർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്, അത് ആ ഒരാളാണ് ആ നിൽക്കുന്നത്. സോ അങ്ങനത്തെ ആൾക്കാരെല്ലാം ഇവിടെ ചുറ്റും നടക്കും, ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും മുങ്ങി പോകുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി cheers. സോ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി പതുക്കെ ഡിന്നറിന് പോവാം. സോ കം ലെറ്റ്സ് ഗോ. നല്ല കാറ്റ്, നല്ല സുഖം. 7 o'clock ഈവനിങ് വരെ ഇവിടെ സ്വിം ചെയ്യാൻ പാടുള്ളൂ, ബിക്കോസ് അത് കഴിഞ്ഞാൽ ലൈഫ് ഗാർഡ്സ് എല്ലാം പോവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രീ, ജസ്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ. ആ ലൈറ്റ് ഇട്ട് കാണുന്നില്ലേ, അതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഇവിടെ ഒരു 5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം ജസ്റ്റ് പിക്ക് ചെയ്തു. സോ ഇതൊരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. സോ ഇവിടെ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തി. ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ആൻഡ് ഷിറ്റാക്കെ മഷ്റൂംസ് ആണ്. കാണാൻ കൊള്ളാം. സോ ബോൺ അപ്പറ്റീറ്റ്. സോ ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ഈ ഹോട്ടലിൽ ഓർഗനൈസ് ചെയ്തതാണ്. സോ ആള് എൻ്റെ ഒരു കാരിക്കേച്ചർ വരച്ചുകൊണ്ടിരിക്കുക, ഞാനിവിടെ അനങ്ങാതെ ഇരിക്കുക. സോ ലെറ്റ്സ് സീ കുറച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന്. ആൻഡ് അവിടുന്ന് നല്ല കടൽ തീരമുണ്ട്, അവിടുന്ന് കാറ്റുണ്ട്. ഞാനിവിടെ അത്ര അധികം അനങ്ങാതെ ഇരിക്കുന്നു. കുറച്ച് നേരമായി ഞാൻ ഇരിക്കുന്നു എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. അദ്ദേഹം ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. നോക്കാം എന്താവുമെന്ന്. വരച്ചു കഴിഞ്ഞു. ഇത് ഞാൻ പോലെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആക്ച്വലി. എന്തായാലും ഞാൻ തുറന്ന് കാണിച്ചു തരാം. അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ. സോ ഞാൻ നല്ല കടലിന് മുകളിൽ നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട്, സണ്ണുണ്ട്, അതൊക്കെ. ഇത് ഞാനാണോന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. നിങ്ങൾ പറ, എന്നെ പോലെ ഉണ്ടോ? Good evening, ladies and gentlemen, and welcome everybody to this wonderful paradise here in the Dominican Republic.
Welcome to Drinks Royal Beach, Pontiac. And of course, welcome to our entertainment program. As every night, we have something really amazing. Tonight, എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു 10 മണിയായി. സോ എനിക്ക് നല്ല ഉറക്കം വരുന്നു. അതുകൊണ്ട് തിരിച്ചു മുറിയെ പോവാണ്. എൻ്റെ ഈ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വലിയ പരിപാടികളൊന്നുമില്ല, റിലാക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ. സോ എൻ്റെ ഈ വീഡിയോ ഇന്നത്തെ എ ഡേ ഇൻ മൈ ലൈഫ് ഡ്യൂറിങ് മൈ വെക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.